നമ്മൾ അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ JEE മെയിൻസ് 2025 ഫേസ് 1 2023 ജനുവരി ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിൽ അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് മക്കളെ പറഞ്ഞിരിക്കുന്നത്? ഐഡന്റിഫൈ ദ കോർഡിനേഷൻ കോംപ്ലക്സസ് ഇൻ വിച്ച് സെൻട്രൽ മെറ്റൽ അയോണസ് D4 കോൺഫിഗറേഷൻ. ഇവിടെ തന്നിരിക്കുന്നതിൽ D4 കോൺഫിഗറേഷനിലുള്ളത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി എന്താണ്? എല്ലാവരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എഫിന്റെ ഓയിന്റ് എന്താണ്? 4 ആണ്. അപ്പം -8. സോ ദാറ്റ് ഈസ് x-8 ഈസ് ഈക്വൽ ടു -2. implies x is equal to plus 6. So first അത് Fe A എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? Fe plus 6 ഓക്കെ. Fe plus 6 ആണെങ്കിൽ നിങ്ങൾക്കറിയാം Feന്റെ കോൺഫിഗറേഷൻ 4:3d6. അപ്പൊ +6 എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്ത് ചെയ്യും? കോൺഫിഗറേഷൻ വിൽ ബി ആർഗൺ. കോൺഫിഗറേഷൻ എന്താ മക്കളെ വരിക? ഇറ്റ് വിൽ ബി ആർഗൺ 3d2 ആയിരിക്കും വരിക. ഇപ്പൊ D2 കോൺഫിഗറേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ഓപ്ഷൻ നമുക്ക് വെട്ടാം അല്ലെ. അതെന്തായാലും D4 വരില്ല. നൗ രണ്ടാമത്തത് ബി നോക്കാം. MnCN6 3- ഇപ്പൊ Mn ഞാൻ x എടുത്തു കഴിഞ്ഞാൽ x-6 ഈക്വൽ ടു -3 implies x is equal to +3. x +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഉള്ളത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ എന്ത് പറയാം? Mn ആക്ച്വലി Mn 3+ ആണ്. Mn 3+ ആണ്. that is actually ആർഗൺ 3d4. അപ്പൊ ഇവിടെ D4 കോൺഫിഗറേഷനിലാണ്. Mn എന്ന് പറയുമ്പോൾ 4:3d5 3 പോയി കഴിഞ്ഞാൽ D4 കോൺഫിഗറേഷൻ കിട്ടണം. അപ്പൊ ഇത് D4 കോൺഫിഗറേഷനിലാണെന്ന് പറഞ്ഞാൽ ബി നമ്മുടെ ശരിയുത്തരാണ്. അപ്പൊ ബി ഇല്ലാത്ത ഓപ്ഷൻ എ, അത് നമ്മൾ എന്ത് ചെയ്തു? വിട്ടു. കാരണം ബി ശരിയാണ്, നമുക്ക് ഉറപ്പുണ്ട്. ഓക്കെ. നൗ നെക്സ്റ്റ് ഈസ് അടുത്ത എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? അടുത്തത് സി ആണ് പറഞ്ഞിരിക്കുന്നത്. സിയിലേതാ? സിയില് Fe തന്നെയാണ്. ഇവിടെ എന്താണ്? x-6 ഈസ് ഈക്വൽ ടു +3 -3. x-6ന് നമുക്ക് -3 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ which implies x is equal to +3. അപ്പോൾ Fe is in +3 oxidation state. So that is actually AR. 4:3d6 ആണ്. +3 എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്തൊരും 3d5 അല്ലേ? 3d5 ആണ്. which means C നമ്മുടെ ആൻസറിൽ വരില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ 2 വെട്ടാം. So there is only one chance for our answer, that is actually option ഓപ്ഷൻ 3 ആയിരിക്കാം നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇനി നിങ്ങൾ നോക്കിക്കേ, അടുത്ത ഞാൻ ആരെ പറ്റിയാണ് പറയേണ്ടത്? ഓപ്ഷൻ ഡിയിലാണ്, അല്ലെങ്കിൽ നാലാമത്തെ ആളെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. ക്രോമിയം ആണ്. ക്രോമിയം Cr2 C2Me, അതായത് ആക്ച്വലി എന്താണ്? MeCO2-. ഇവിടെ 4- ഉണ്ട്. സോ യു ക്യാൻ സിംപ്ലി റൈറ്റ് ലൈക്ക് 2x minus 4 equal to 0. x is equal to +2. ഇവിടെ തന്നിരിക്കുന്ന പ്രകാരം ഇതെന്താണ്? Cr2+ ആണ്. Cr2+ എന്ന് പറഞ്ഞാൽ ക്രോമിയം, ദാറ്റ് ഈസ് ആക്ച്വലി 4s1 3d5 ആണ്. 2 പോയി കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് AR 3d4. സോ അതും ശരിയാണ്. ബി ഇവിടെ നമുക്ക് ശരിയാന്ന് പറയാം, ഡി ഇവിടെ നമുക്ക് ശരിയാന്ന് പറയാം. നോ ഓപ്ഷൻ ഇ ആണ്, അതായത്
അഞ്ചാമത്തെ ആളെയാണ് നമ്മൾ നോക്കുന്നത്. അഞ്ചാമത്തെ ആൾ NiFe2+. That is x minus 6 is equal to -2 implies -2 implies x is equal to +4. ഇപ്പൊ നിക്കൽ ഈസ് ഇൻ +4 സ്റ്റേറ്റിലാണ്. നിക്കൽ +4. നിങ്ങൾ നോക്കുക, നിക്കൽ എന്ന് പറയുന്നത് 4s2 3d8. അങ്ങനെയാണെങ്കിൽ അതിനെ 4 പോയാൽ S ന്ന് 2 D ന്ന് 2 കൂടെ പോയി കഴിഞ്ഞാൽ that will be remaining AR 3d6. ഓക്കെ, സോ നമ്മുടെ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 3 വരും. ദാറ്റ് ഈസ് ആക്ച്വലി B and D only.